എൻസൈക്ലോവിൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, വിവിധ ക്ഷേമനിധി ബോർഡുകൾ നൽകുന്ന പെൻഷനുകൾ, മറ്റ് ക്ഷേമ പെൻഷനുകൾ എന്നിവ കൈപ്പറ്റുന്ന എല്ലാ ഗുണഭോക്താക്കളും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സംസ്ഥാനത്തെ ഏകദേശം 62 ലക്ഷം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കായി സർക്കാർ വാർഷിക മസ്റ്ററിംഗ് നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. പെൻഷൻ വാങ്ങുന്ന വ്യക്തി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ, കേരളത്തിൽ സ്ഥിരമായി താമസിക്കുകയാണോ, പെൻഷൻ അർഹത തുടരുന്നുണ്ടോ എന്നീ കാര്യങ്ങൾ ഉറപ്പാക്കുന്നതിനാണ് ഈ മസ്റ്ററിംഗ് നടത്തുന്നത്. ഓരോ വർഷവും മസ്റ്ററിംഗ് നടത്തുമ്പോൾ മരിച്ചുപോയവരും കേരളത്തിന് പുറത്തേക്ക് താമസം മാറിയവരും അനർഹരായവരും പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെടാറുണ്ട്. അതിനാൽ തന്നെ ഈ പരിശോധന സർക്കാർ വളരെ ഗൗരവത്തോടെയാണ് നടത്തുന്നത്. ഇനി മസ്റ്ററിംഗ് എവിടെ നടത്താം? സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് മസ്റ്ററിംഗ് നടത്തേണ്ടത്. മറ്റ് ഓൺലൈൻ കേന്ദ്രങ്ങൾക്കോ സ്വകാര്യ സ്ഥാപനങ്ങൾക്കോ ഇതിനുള്ള അനുമതി നൽകിയിട്ടില്ല. ബയോമെട്രിക് പരിശോധന എങ്ങനെ? മസ്റ്ററിംഗ് ബയോമെട്രിക് രീതിയിലായിരിക്കും. അതായത് വിരലടയാളം അല്ലെങ്കിൽ കണ്ണിന്റെ ഐറി സ്കാൻ എന്നിവ ഉപയോഗിച്ച് ആധാർ ഡേറ്റയുമായി പൊരുത്തപ്പെടുത്തിയാണ് പരിശോധന നടത്തുന്നത്. ആധാർ കാർഡിലുള്ള അതേ വ്യക്തിയാണെന്ന് ഉറപ്പാക്കുന്ന പ്രക്രിയയാണിത്. മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് എന്ത് സംഭവിക്കും? നിശ്ചിത സമയപരിധിക്കുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് പിന്നീട് പെൻഷൻ ലഭിക്കുന്നതിന് തടസ്സമുണ്ടാകാം. അതിനാൽ എല്ലാ ഗുണഭോക്താക്കളും നിർബന്ധമായും മസ്റ്ററിംഗ് നടത്തണം. സമയപരിധി നോക്കുമ്പോൾ 2026 ജൂലൈ 17 മുതൽ സെപ്റ്റംബർ 30 വരെയാണ് മസ്റ്ററിംഗ് നടത്തുക. 2 മാസത്തിലധികം സമയം അനുവദിച്ചിരിക്കുന്നതിനാൽ ആദ്യ ദിവസങ്ങളിൽ തന്നെ തിരക്ക് കൂട്ടേണ്ടതില്ല. തുടക്കത്തിൽ സെർവർ തകരാറുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതിനാൽ പോകുന്നതിന് മുമ്പ് സമീപ അക്ഷയ കേന്ദ്രങ്ങളിൽ വിളിച്ച് വിവരം അന്വേഷിക്കുന്നത് നല്ലതാണ്. കേരളത്തിലെ ഏത് അക്ഷയ കേന്ദ്രത്തിലൂടെയും മസ്റ്ററിംഗ് നടത്താം. സ്വന്തം പഞ്ചായത്തിലെ കേന്ദ്രം മാത്രമെന്ന നിയന്ത്രണം ഇല്ല. അക്ഷയ കേന്ദ്രത്തിൽ കൊണ്ടുപോകേണ്ട രേഖകൾ ഏതെന്ന് നോക്കാം. ആധാർ കാർഡ് നിർബന്ധമായും കൊണ്ടുപോകണം. പെൻഷൻ ID നമ്പർ, മൊബൈൽ ഫോൺ. ഇനി ഹോം മസ്റ്ററിംഗ് സൗകര്യം ആർക്കെല്ലാമെന്ന് നോക്കാം. 60 വയസ്സിന് മുകളിലുള്ളവർ, ഭിന്നശേഷിക്കാർ, കിടപ്പ് രോഗികൾ എന്നിവർക്ക് ഹോം മസ്റ്ററിംഗ് സൗകര്യം ലഭിക്കും. ഇതിനായി വാർഡ് മെമ്പർ, കൗൺസിലർ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രം എന്നിവിടങ്ങളിൽ വിവരമറിയിച്ച് മേൽവിലാസം നൽകണം. അക്ഷയ ജീവനക്കാർ വീട്ടിലെത്തി മസ്റ്ററിംഗ് നടത്തി നൽകുന്നതാണ്. ഇത് 2ാം ഘട്ടത്തിലാണ് നടത്തുക. ഇനി വിരലടയാളം ലഭിക്കാത്ത പക്ഷം എന്താണ് സംഭവിക്കുക? ആദ്യം വിരലടയാളം പരിശോധിക്കും. അത് സാധിക്കാത്ത പക്ഷം ഐറിസ് സ്കാൻ നടത്തും. രണ്ടും പരാജയപ്പെട്ടാൽ അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പരാജയ സ്ലിപ്പും ലൈഫ് സർട്ടിഫിക്കറ്റും ചേർത്ത് ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളിൽ സമർപ്പിക്കണം. അങ്ങനെ സമർപ്പിച്ചാൽ മസ്റ്ററിംഗ് പൂർത്തിയായതായി പരിഗണിക്കും. അക്ഷയ കേന്ദ്രത്തിൽ മസ്റ്ററിംഗ് നടത്തിയാൽ വിവരങ്ങൾ പെൻഷൻ വെബ്സൈറ്റിൽ നേരിട്ട് അപ്ഡേറ്റ് ആകും. അതിനാൽ പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ പ്രത്യേകം സർട്ടിഫിക്കറ്റ് നൽകേണ്ടതില്ല. എന്നിരുന്നാലും അക്ഷയ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന സ്ലിപ്പ് കുറച്ചു മാസങ്ങൾ സൂക്ഷിക്കുന്നത് നല്ലതാണ്. ആർക്കൊക്കെയാണ് ഈ മസ്റ്ററിംഗ് വേണ്ടാത്തത്? 2026 ജാനുവരി 1 അതിനുശേഷമോ പുതിയതായി പെൻഷൻ അനുവദിക്കപ്പെട്ടവർക്ക് ഈ വർഷം മസ്റ്ററിംഗ് വേണ്ടതില്ല. എന്നാൽ 2025 ഡിസംബർ 31 വരെ പെൻഷൻ ലഭിച്ചിരുന്ന എല്ലാവരും കഴിഞ്ഞ വർഷം മസ്റ്ററിംഗ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ വർഷം വീണ്ടും മസ്റ്ററിംഗ് ചെയ്യണം. ഇനി ജൂലൈ മാസത്തെ പെൻഷൻ മസ്റ്ററിംഗ് ചെയ്തില്ലെങ്കിൽ ലഭിക്കാതിരിക്കുമോ? ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലെ പെൻഷൻ മസ്റ്ററിംഗ് ചെയ്താലും ഇല്ലെങ്കിലും ലഭിക്കും. എന്നാൽ സെപ്റ്റംബർ 30 ശേഷം മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്ക് മാത്രമേ പിന്നീട് പെൻഷൻ ലഭിക്കുകയുള്ളൂ. ഫീസ് എത്രയെന്ന് നോക്കുമ്പോൾ അക്ഷയ കേന്ദ്രത്തിൽ നേരിട്ട് മസ്റ്ററിംഗ് നടത്തുന്നവർക്ക് 30 രൂപയും വീട്ടിലെത്തി നടത്തുന്ന ഹോം മസ്റ്ററിംഗിന് 50 രൂപയുമാണ്. എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും 2026 സെപ്റ്റംബർ 30 മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കുക. ആധാർ കാർഡ് കയ്യിൽ കരുതുക. തിരക്ക് ഒഴിവാക്കി സൗകര്യപ്രദമായ സമയത്ത് അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തുക. ഹോം മസ്റ്ററിംഗ് ആവശ്യമുള്ളവർ മുൻകൂട്ടി വിവരം അറിയിക്കുക. ഈ പ്രധാനപ്പെട്ട വിവരം മറ്റ് പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഷെയർ ചെയ്ത് അറിയിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും പ്രധാനപ്പെട്ട വാർത്തയുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.